ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങളിന്നൊരു യാത്ര പോവുകയാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒരു 5:45 ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോണത് മൈസൂർക്കാണ്. അപ്പോൾ മൈസൂർ ട്രിപ്പാണ്. അൺഎക്സ്പെക്റ്റഡായിട്ട് തീരുമാനിച്ചതാണ്. ഞങ്ങൾ വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂൾ തുറക്കാനായി തുടങ്ങി. അപ്പോൾ ഇതുവരെ ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് അധികം ദിവസമൊന്നുമില്ല, 2-3 ദിവസത്തേക്ക് അങ്ങനെ ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഒരു 3 ദിവസം പെരുന്നാളിനൊക്കെ ഒരു ടൈം കിട്ടിയപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. കറക്റ്റ് പറഞ്ഞാൽ ഒരു ദിവസമാണ് നമുക്ക് കറങ്ങാനുള്ളത്. ഇന്നിപ്പോൾ പോണ ദിവസവും പിന്നെ അതിൻ്റെ പിറ്റേന്നൊരു ദിവസവും പിറ്റേന്ന് റിട്ടേൺ, അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ഒരു ദിവസമാണ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടണത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വയനാട് എത്തിയപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത്. അപ്പോൾ നോർമൽ ഒരു ഗീ റോസ്റ്റൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ പൊടി ഇഡ്ഡലി, അങ്ങനത്തെ ഗീ പൊടി ഇഡ്ഡലി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കണ്ട്. അപ്പോൾ അതൊക്കെ ചോദിച്ചപ്പോൾ അതൊന്നും ടൈം ആവാത്തതുകൊണ്ട് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ഐറ്റംസുകൾ മെയിനായിട്ട് പെട്ടെന്ന് കിട്ടണത് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ചെയ്തത്. തിരക്കടില്ലാത്ത ഒരു ഗീ റോസ്റ്റ് എന്ന് പറയാം. ഭയങ്കര സംഭവമൊന്നുമല്ല, നല്ല ടേസ്റ്റ്, അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാനില്ല. അപ്പോൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ കാണുന്നത് നമ്മുടെ വയനാട് ഗ്ലാസ് ബ്രിഡ്ജാണ്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ആ ഒരു ഏരിയയിലായപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ ചായ കുടി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടെ ക്ഷീണമൊക്കെ ഒന്ന് മാറി. പിന്നെ വീണ്ടും അവിടുന്ന് യാത്ര തുടർന്ന് നമ്മൾ നേരത്തെ പുറപ്പെട്ടെങ്കിലും വയനാട്ടിൽ നല്ല ട്രാഫിക് ഉള്ളതുകൊണ്ട് പിന്നെ ഒരു സുൽത്താൻ ബത്തേരിയൊക്കെ എത്തുമ്പോൾ ഒരു 12:30 ആയി. അപ്പോൾ പിന്നെ അവിടെ നിസ്കരിക്കാൻ ഒരു പള്ളിയിൽ കയറി. മാഷാ അല്ലാഹ്, ഒന്നും പറയാനില്ല, നല്ല അടിപൊളി പള്ളിയാണ്. ലേഡീസിനാണെങ്കിലും ആണുങ്ങൾക്കായാലും നല്ല നിസ്കരിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള നല്ല ഗൾഫ് മോഡലൊരു പള്ളി എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ അവിടെ കൃഷി ഐറ്റംസുകൾ ഈന്തപ്പന ഉണ്ട്, ക്യാബേജൊക്കെ ഉണ്ടായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ സൈഡിലൊക്കെ. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കുറച്ചാണ് നീങ്ങിയപ്പോൾ മുത്തങ്ങയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് അവിടെ എത്തിയപ്പോഴാണ് ഫുഡൊക്കെ വാങ്ങി കഴിച്ചത്. അത് കുഴപ്പമില്ലാത്തൊരു ഫുഡ് എന്ന് പറയാം. എല്ലാവരും പലതരം ഐറ്റംസുകളൊക്കെ വാങ്ങി കഴിച്ചു. അവിടുന്ന് ബിരിയാണി, ചിലവർ ബിരിയാണി, പൊറാട്ട ബീഫ്, നോർമൽ റൈസൊക്കെ വാങ്ങിയിട്ട് കഴിച്ച് അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് അപ്പുറത്തേക്ക് കിടന്നാൽ പിന്നെ കുറേ ഫുഡ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് വിട്ട് പിന്നെ മുത്തങ്ങയിൽ മറ്റേ ഫോറസ്റ്റിലേക്ക് കിടന്ന് നമ്മൾ ഫോറസ്റ്റിൽ നിന്ന് നമ്മൾ അടിപൊളി കാഴ്ചകളൊക്കെ കിട്ടിയതാണ്. ഒരുപാട് ആനകളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം 1-2 എന്ന് വിചാരിച്ചു, 7 ആനകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ മാനിനെ കണ്ട് നമ്മൾ, പിന്നെ കുരങ്ങന്മാർ നമ്മൾ ഓൾറെഡി എപ്പോഴും കാണുന്ന ഒരു സംഭവം തന്നെയാണല്ലോ. മാനിൻ്റെ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഷോർട്സ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആനകൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി. അത്യാവശ്യം ആനകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് കടന്ന് പിന്നെ ഇനി ഗുണ്ടൽപേട്ടക്ക് എത്താനായി തുടങ്ങി. ഇവിടെയൊക്കെ നല്ലോണം കൃഷി നടക്കുന്ന ഏരിയകളാണ്. അപ്പോൾ നല്ലോണം കൃഷി നടക്കുന്നത്, ചുവന്നുള്ളിയൊക്കെ നല്ലോണം ഉണ്ടായി നിൽക്കണതും അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണതും ചാക്കിലാക്കി വെക്കണതൊക്കെ നമുക്ക് കാണാൻ പറ്റി. ചുവന്നുള്ളിയെല്ലാം ഒരുപാട് കൃഷി ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇതേപോലെ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏരിയകളാണ്. അപ്പോൾ നല്ല പച്ചപ്പുള്ള ഏരിയയാണ് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ ഗുണ്ടൽപേട്ട ഏരിയ ആ ഭാഗത്തൊക്കെയാണ്. അപ്പോൾ പിന്നെ അവിടുന്ന് നമ്മൾ പിന്നെ മെയിനായിട്ട് ഒന്ന് സൂര്യകാന്തിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോണത്. പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട്, സീസണും അല്ല, പിന്നെ വൈകുന്നേരമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഒടിഞ്ഞ മാതിരിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാലും നമ്മളവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളവിടുന്ന് പുറപ്പെട്ട്, മെയിനായിട്ട് അവിടെയൊക്കെ എത്തി അതാണല്ലോ. അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മൾ നമ്മുടെ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. അപ്പോൾ മൈസൂർ എത്തിയിട്ടുണ്ട്. മൈസൂർ എയർപോർട്ട്. അപ്പോൾ മൈസൂർ എയർപോർട്ടൊന്ന് നമുക്ക് നോക്കാം. മൈസൂർ എയർപോർട്ട് പക്ഷേ പുറത്തുനിന്നല്ല നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഭാഗത്ത് കണ്ടോ അങ്ങനെ പ്ലെയിനൊക്കെ നിൽക്കണത് കാണുന്നുണ്ട് നമുക്ക്. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൻ്റെ അവിടേക്ക് എത്തി. പക്ഷേ അത്യാവശ്യം നേരെ ഏകദേശം 5 മണിയൊക്കെ ആവാനായി തുടങ്ങിയിട്ടാണ്. ട്രാഫിക് കിട്ടിയിട്ട് അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 5:45 പുറപ്പെട്ട് ഏകദേശം ഒരു 11-12 കൂടെ ഒക്കെ എത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ട്രാഫിക്കിൻ്റെ മറ്റേ ശനി ഞായറൊക്കെ ആ ദിവസങ്ങളിലല്ലേ, ശനിയാഴ്ചയാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു, റോഡൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. വയനാട്ടിലൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. അവിടെ തന്നെ അത്യാവശ്യം ടൈം പെട്ട്. അപ്പോൾ നമ്മുടെ റൂം ഇതാണ്. 2 റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 3 പേർക്ക് കിടക്കാൻ പറ്റിയ നല്ല ഒരു ബെഡുള്ള അങ്ങനത്തെ ഒരു റൂമാണ് എടുത്തത്. ഇത് ബാത്റൂമാണ്. അപ്പോൾ റൂമിൻ്റെ അവിടുന്ന് പുറത്തേക്ക് കിടന്ന ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ അവിടെ റൂമിൽ നിന്ന് പുറത്തേക്ക് കിടന്നിട്ട് കേട്ടോ. അപ്പോൾ ബാൽക്കണിയിൽ പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ പിന്നെ പുറപ്പെട്ട്. അപ്പോൾ പിന്നെ അത്യാവശ്യം സമയമായി. അപ്പോൾ പിന്നെ നമുക്ക് ആ കൂടെ പോകാനിപ്പോൾ ഒരു വൃന്ദാവൻ ഗാർഡനാണ് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഒരുവിധം ക്ലോസ് ആവേണ്ട ടൈമായല്ലോ. പിന്നെ നമുക്ക് അവിടെ നിന്ന് അടുത്തും വൃന്ദാവൻ ഗാർഡനാണുള്ളത്. അതാണെങ്കിൽ രാത്രി അത്യാവശ്യം ടൈം വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഈ ശനി ഞായർ ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല തിരക്കായിരിക്കും. അപ്പോൾ വൃന്ദാവൻ ഗാർഡൻ എനിക്ക് പോയിട്ടുള്ള തിരക്ക് നിങ്ങളൊന്ന് കാണേണ്ട തിരക്ക് തന്നെയാണ്. ചില്ലറ ബ്ലോക്കൊന്നല്ല നമുക്ക് കിട്ടിയത്. അങ്ങോട്ട് പോകാനുള്ള വണ്ടികളാണ് കാണുന്നത്. അപ്പത്തിന് സൂര്യാസ്തമനമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ എത്തിയത്. വണ്ടി പാർക്കിങ്ങിൽ ഉള്ള ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. തിക്കും തിരക്കും, ആകെ വണ്ടികളായിട്ട് മുകളിലാണെങ്കിലും സൈഡിലാണെങ്കിലും എല്ലായിടത്തും വണ്ടികളാണ്. അപ്പോൾ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയി. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. ആൾക്കാരൊക്കെ പെട്ടെന്ന് മിസ്സായി പോകും, അത്രയും തിരക്കുണ്ടായിരുന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ. പിന്നെ അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയി. അപ്പോൾ ടിക്കറ്റ് എടുത്ത് 100 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഷോപ്പ് അങ്ങനത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഇരുട്ടാവണേനെ മുന്നേ എത്തിയിട്ടൊന്ന് കുറച്ച് കാണണമെന്നുണ്ടായിരുന്നു. അത് നടന്നില്ല. പിന്നെ നമുക്ക് ദിവസവും ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഇതവിടെ ആകെ കച്ചവടക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡൻ ഇതാണ്. ഗാർഡൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആകെ കടക്കാരൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഗാർഡൻ്റെ ഏരിയ. അപ്പോൾ ഗാർഡനിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ആകെ ലൈറ്റിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്കൊന്ന് വെളിച്ചത്തിലൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അത് മാത്രം നമുക്ക് നടന്നില്ല. പിന്നെ അവിടെ ആകെ ലൈറ്റിങ്ങാണ്. പിന്നെ മ്യൂസിക്കൽ ഫൗണ്ടൈൻ ഉണ്ട്. പിന്നെ അവിടെ വെള്ളം നോർമലി വെറുതെ ഫൗണ്ടൈൻ ഉണ്ട്. മ്യൂസിക്കൽ ഫൗണ്ടൻ അവിടെ അരമണിക്കൂർ 1 മണിക്കൂർ അങ്ങനെ ടൈമിലൊക്കെ അവിടെ ഉണ്ട്. दादा
അപ്പോൾ ഏകദേശം ഒരു 8:30 നമ്മൾ പിന്നെ അവിടെ നിന്ന് തിരിക്കുകയാണ്. പിന്നെ അപ്പോൾ നമ്മൾ പുറത്തേക്ക് കിടന്നപ്പോൾ അവിടെ മാഗ്നറ്റുകളൊക്കെ കണ്ട്. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും മാഗ്നറ്റ് വാങ്ങും. ഗൾഫിൽ പോയാലും പുറത്ത് പോയാലും ഇനിയിപ്പോൾ അനിയത്തിയൊക്കെ പോയാലും അവിടെ നിന്നൊക്കെ മാഗ്നറ്റ് വാങ്ങണ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മളിവിടെ മൈസൂർ വന്നപ്പോൾ മൈസൂരിൻ്റെ 2-3-4 അവിടെ നിന്ന് മാഗ്നറ്റൊക്കെ വാങ്ങിച്ച് പിന്നെ അവിടെ വെറുതെ ജസ്റ്റൊക്കെ ഒന്ന് കറങ്ങി. പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ നമ്മളൊരു അവിടെ നിന്ന് പോരുമ്പോൾ പിന്നെ ഒരു മൈസൂർ സിൽക്കിൻ്റെ ഒരു ഷോപ്പ് കണ്ട്. അപ്പോൾ എന്തായാലും മൈസൂർ വന്നിട്ട് മൈസൂർ സിൽക്ക് സാരി വാങ്ങിക്കാണ്ട് പോണത് മോശമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവിടെ കയറി. അപ്പോൾ സാരി എടുക്കുന്നത് മെയിനായിട്ട് ഉമ്മയാണ്. അപ്പോൾ സാരിയൊക്കെ നോക്കി, കുറേ സാരിയൊക്കെ നോക്കി. അവിടെ അതിൻ്റെ ഉള്ളിൽ കരകൗശല സംഭവങ്ങളും പിന്നെ ബ്യൂട്ടി അങ്ങനത്തെ സാധനങ്ങളും പിന്നെ സാൻഡലുണ്ട്, പിന്നെ നമ്മുടെ ചന്ദനത്തിരി അങ്ങനത്തെ ഒരുവിധ ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഒക്കെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. ഒക്കെ മൈസൂർ സാൻഡൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ ഇതിന് നല്ല റേറ്റ് ഉണ്ട്. ഒരു സ്ക്രബ്ബ് നോക്കിയപ്പോൾ അതിനൊക്കെ 1000 സംതിങ് ഒക്കെ റേറ്റൊക്കെ ഉള്ളത്. ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷെ നല്ല റേറ്റുള്ള സ്ക്രബ്ബുകളും ഒക്കെ ഇതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു അവിടെ. അപ്പം നമ്മൾ മെയിനായിട്ട് അവിടെ മൈസൂർ സിൽക്കിൻ്റെ സാരി വാങ്ങിക്കാനാണ് വന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു സാരി വാങ്ങിച്ച്, ഉമ്മാക്കൊരു സാരി വാങ്ങിച്ച് കുഴപ്പമില്ലാത്തൊരു സാരി കിട്ടി. പിന്നെ അവിടെ ഒരുപാട് കരകൗശല ഐറ്റംസുകളൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത്. മറ്റേ സ്ക്രബ്ബ് സംഭവം അടിപൊളിയാണ് കേട്ടോ, നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഉമ്മാക്ക് വാങ്ങിച്ച സാരി. പിന്നെ അവിടുന്ന് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. ബാക്കി മൈസൂരൊക്കെ ഞങ്ങൾ ശരിക്കും പിറ്റേന്നാണ് കണ്ടത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.